ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പുറത്ത് നല്ല കാറ്റും മഴയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എക്സോടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതുണ്ടെങ്കിൽ ചെറുത് മതിയാവും. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു വലുതായിരിക്കണേ, അതെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഫോം ഷീറ്റും കളർ പേപ്പറും, കളർ പേപ്പർ ഉള്ളവർക്ക് കളർ പേപ്പർ എടുക്കാം, ഫോം ഷീറ്റ് ഉള്ളവർക്ക് ഫോം ഷീറ്റ് എടുക്കാം. അതും ഗ്ലിറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ നമ്മൾ സ്കെച്ച് പെൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ പെയിൻറ്റ് കൊണ്ടോ ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ട്, ഗ്രീൻ കളർ ഏത് ഷെയ്ഡും കൊടുക്കാം, ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ഒക്കെ കൊടുത്തിട്ട് ലീഫ് കട്ട് ചെയ്തെടുക്കണം. ലീഫാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഞാൻ ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ വലിയ ലീഫ് വേണ്ട, കുഞ്ഞു കുഞ്ഞു ലീഫ്, അതുപോലെ ലീഫാണെന്ന് തോന്നിയാൽ മതി കേട്ടോ. അതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുക്കുന്നത്. പിന്നെ ഒരു കളർ പേപ്പറിൽ നിന്നും കൂടെ എടുക്കുന്നുണ്ട്, രണ്ടും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സുദീപ്, കൃഷ്ണ, എവലിൻ, അനുശ്രീ, ഡോണ, ആര്യ, ശീതൽ, സ്നേഹ, ശ്രുതി, മഞ്ജു, ശ്രിയ റോസിൻ്റെ ഒരു വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൾ ചെയ്ത നമ്മുടെ ബോട്ടിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്, ഐ ലവ് യു ഓൾ. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ലീഫ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡ് ഏത് കളറും നിങ്ങൾക്ക് എടുക്കാം, കയ്യിലുള്ള ഏത് കളറും. കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവണമെന്നുള്ളൂ. അതായത് കറുപ്പും അതുപോലത്തെ നീല കളറൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു മജന്ത, യെല്ലോ ഒക്കെ കളർ എടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ട് വിരലിൽ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കൂട്ടിക്കെട്ടണം. കൂട്ടി ഇതുപോലെ ഒരു ചെറിയ ത്രെഡ് എടുത്ത് വെച്ചിട്ട് കെട്ടിയിട്ട്, നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് തവണ ഈ ഒരു ഫ്ലവർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിൾ ഫ്ലവർ, ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു, അധികം എന്താ പറയുക, മെനക്കേടൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ ഒരു ഫ്ലവർ. അപ്പോൾ അധികം പരിപാടികളൊന്നുമില്ലാതെ നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ അത് ഫ്ലവറായി. അപ്പോൾ ഈസി അല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഫ്ലവറായി. ആ ഷേപ്പൊക്കെ ചെറുതും വലുതുമൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ചെറുതെടുക്കണമെങ്കിൽ ചെറുതെടുക്കാം, വലുതെടുക്കണമെങ്കിൽ വലുതെടുക്കാം. നമുക്കിപ്പോൾ ഒരു ചെറിയ ഷേപ്പിലുള്ള ലീഫും ചെറിയ ഷേപ്പിലുള്ള ഫ്ലവറും ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സോ പാത്രം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒന്നെങ്കിൽ വൂളൻ ത്രെഡ് എടുക്കാം, അല്ലെങ്കിൽ ചണച്ചരടില്ലേ ജൂട്ട് ത്രെഡ് എടുക്കാം. ഇപ്പം ഞാനിവിടെ ചണച്ചരട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പാത്രം മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യണം. അതായത് സാധാരണ കുപ്പിയിൽ ചുറ്റണ പോലെ തന്നെ നമ്മൾ ചുറ്റിയെടുക്കാം. കണ്ട് ഇതുപോലെ ചുറ്റിയെടുക്കണം, ഫുള്ളും ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിന് ഇനേബിൾ ചെയ്യുക, അതിലോളുന്ന ഓപ്ഷൻ കൊടുക്കാം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുമ്പോൾ ഹായ് പറയാനുണ്ടെങ്കിൽ പേര് എടുത്ത് പറയണം കേട്ടോ. അതുപോലെ ബർത്ത്ഡേ വിഷസ് പറയാനുണ്ടെങ്കിലും അതും പേരെടുത്ത് പറയണം, ഡേറ്റും പറയണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ളും ഒട്ടിച്ച് കഴിഞ്ഞു. ഈ ഒരു ഇതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, ആ അടപ്പും ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. അത് കട്ട് ചെയ്ത് നമ്മൾ ഫെവിക്കോളിൽ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിച്ചാൽ മതി, ഫെവിക്കോൾ മതിയാവും അത് ഒട്ടാനായിട്ട്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഒട്ടിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഒട്ടിക്കാം കേട്ടോ. കട്ട് ചെയ്തോ ചുറ്റിയൊക്കെ ഒട്ടിക്കാം. അത് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ മാറ്റി വെച്ചത് കേട്ടോ. ഇനി നമുക്ക് ഈ ഫോം ഷീറ്റിൻ്റെ ഈ ലീഫില്ലേ, പേപ്പർ ആയിക്കോട്ടെ, പേപ്പർ ആണെങ്കിൽ ഈസിയാണ്, നമ്മൾ ഫെവിക്കോൾ കൊണ്ട് പെട്ടെന്ന് ഒട്ടും. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ഫോം ഷീറ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഗ്ലിറ്റർ ആകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടും ആ പേപ്പർ ലീഫും ഇടയ്ക്കിടയ്ക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതും നമ്മുടെ ജൂട്ട് ത്രെഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ജൂട്ട് ത്രെഡ് ഇല്ലെങ്കിൽ പച്ച വൂളൻ ത്രെഡ് എടുത്താലും മതിയാവും. ഒരുപാട് ഡാർക്കായി പോയത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഓരോരോ ഫ്ലവറായിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഓരോരോ ഫ്ലവർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു മജന്ത, ഇടയ്ക്കൊക്കെ വൈറ്റും മജന്തയും ഒക്കെ ഒരുമിച്ചൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത്, അപ്പോൾ അത് ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നു, ബാക്കി നമുക്ക് പതിയെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഹാങ് ചെയ്യാനുള്ള ഒരു ഹുക്ക് വേണ്ടേ, അപ്പോൾ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ടോ ഫെവി ബോണ്ട് വെച്ചിട്ടോ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ എന്നിട്ട് ഇതുപോലെ അകത്തു ഇത് ശരിക്കും ഈ ഒരു അടപ്പിൻ്റെ ഭാഗം ഉണങ്ങിയിട്ടില്ല കേട്ടോ, നന്നായിട്ട് ഉണങ്ങി വരാനുണ്ട്. എന്നിട്ട് ഞാൻ വേഗം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതുപോലെ ഓരോന്നും ഗ്ലൂ ഗണ്ണിലോ ഫെവി ബോണ്ടിലോ ഒട്ടിച്ചെടുക്കണം. അത് ആ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഫ്ലവർ മുകളിലും കുറച്ച് ഫ്ലവർ അതിൻ്റെ താഴത്തായിട്ടും ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ആർക്കും ചെയ്തെടുക്കാം, കുട്ടീസ് പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഓരോരോ ഹാങ് ചെയ്ത് കിടക്കുന്ന ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ലീഫൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗി വരും. അപ്പോൾ ഇത് ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഹുക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതാണ് ഞാൻ ആ ബാക്ക് സൈഡിൽ അത് ആ ഒരു ഹുക്ക് റെഡിയാക്കി. അത് നമ്മൾ ജൂട്ട് ത്രെഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിക്കോളും, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ആ ഒരു എക്സോ പാത്രം അറിയേയില്ല, അതിൽ നിന്ന് കുറേ പൂക്കൾ, നിറയെ പൂക്കൾ കിടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.